ഗുരുവായൂരപ്പ ഭഗവാനെ, ഇത്രയും ഭാഗ്യം എനിക്ക് ഉണ്ടായത് നിന്റെ കാരുണ്യം കൊണ്ടാണ്. പക്ഷെ ഇപ്പൊ ഒരു പീറച്ചെറുക്കന്റെ മുൻപിൽ ഇതിനും മാത്രം ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായത്? മാധവക്കുട്ടി ഞാനും കുട്ടിക്കാലം മുതൽ ഒരുമിച്ച് കളിച്ചു വളർന്നവരാ. അവൾക്ക് എന്നെ ഇഷ്ടാ. എന്താ, എനിക്ക് അവളെ വിവാഹം കഴിക്കാനുള്ള യോഗ്യതയില്ലേ? എടാ, ഗുരുവായൂരമ്പലത്തിൽ 90 ദിവസം ഭജന വരുന്ന ഭഗവാൻ കനിഞ്ഞു നൽകിയ കുഞ്ഞ എന്റെ മകൾ മാധവിക്കുട്ടി. കടലിനക്കരെ പോയി 10 പുത്രനുണ്ടാക്കിയെന്ന് വെച്ച് കാട്ടുപറമ്പിൽ ശങ്കരന്റെ മകൻ ഞങ്ങൾക്ക് കനക്കട്ടിയൊന്നുമല്ല. തടി കിടാക്കാൻ ഇറങ്ങി പോടെ ഇറക്കാം. അത്ര പെട്ടെന്ന് കേടുവരുന്ന തടിയൊന്നും അല്ലത്. കാട്ടുപറമ്പിൽ ശങ്കരന്റെ മകൻ പണം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് കള്ളക്കടത്ത് നടത്തിയും കൊള്ളപ്പലിശയ്ക്ക് കടം കൊടുത്തൊന്നുമല്ല, അധ്വാനിച്ചിട്ടാ. പണ്ടെന്റെ അച്ഛനും മുത്തച്ഛനും ഒക്കെ നിങ്ങളുടെ തറവാട്ട് തിരുമുറ്റത്ത് വന്ന് പഞ്ചപുച്ഛമടക്കി നിന്നിട്ടുണ്ടാവും. ഇന്ന് കാലം മാറി കാരണവരെ. കാട്ടുപറമ്പിൽ ശങ്കരന്റെ മകൻ ഗോപിനാഥൻ നെല്ലിപ്പറമ്പിലെ മാധവിക്കുട്ടിയെ സ്വന്തമാക്കിയിരിക്കും. നിങ്ങൾ ഭജനമിരുന്ന അതേ ഗുരുവായൂരമ്പല നടയിൽ വെച്ച് തന്നെ അവളുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയിരിക്കും. തടയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഒരുമ്പെട്ടവനെ, നീ കെട്ടുവല്ലടാ? കെട്ടും. തടയുന്നവരെ കെട്ടിക്കുകയും ചെയ്യും. കട്ട്. ഓക്കേ ഓക്കേ സാർ. സൂപ്പർ, താങ്ക് യു താങ്ക് യു. അടുത്ത സീനിൽ ഡ്രസ് കൊടുത്തേ. ഡയലോഗ് പറഞ്ഞു വിടും. ശരി സാർ. കണ്ണാ, അടുത്ത ട്രോളി ഷോട്ട് പ്ലാൻ ചെയ്തു. ഓക്കെ. യമുന റാണി ഇന്ന് തന്നെ എത്തില്ലേ? അത് സാർ, ഒന്നും പറയണ്ട. യമുന എത്തില്ലെങ്കിൽ നാളെ ഷൂട്ടിംഗ് നടക്കില്ല. അയ്യോ സാറേ, മുനിസിപ്പൽ ഓഡിറ്റോറിയം നാളത്തേക്ക് ബുക്ക് ചെയ്തിരിക്കുക. നാളെ ഷൂട്ടിംഗ് നടന്നില്ലെങ്കിൽ എന്റെ 20,000 രൂപ പോക്കാ. ഇപ്പൊ തന്നെ പറഞ്ഞ ബഡ്ജറ്റ് കഴിഞ്ഞു. അതിന് ഞാൻ എന്ത് ചെയ്യാനാ ചായ? യമുന റാണി ഇല്ലാതെ സീൻ എടുക്കാൻ പറ്റില്ല. മദ്രാസിലോട്ട് വിളി. ഒന്ന് വേഗം വിളിക്കണോ? ஹலோ, யாரு? மாமியா? தேவி பிலிம்ஸ்ல இருந்து பேசுறேன். டிக்கெட் கிடைச்சதா? ஓகே, இன்னைக்கே கிளம்பணும். ஏர்போர்ட்ல கார் வரும். யாரு? யமுனா ராணியா? ஓகே, யமுனா ராணியா. ஹலோ, ரூம் அரேഞ്ച്ഡ്. ஓ, என்ன முடிஞ்ச இங்கிலீஷா? ഓക്കെ. എന്താടോ ഇന്നെത്തും. പക്ഷേ ഒരു പുഴുവാണ്. താനത് തുപ്പടോ. പാലക്കാട് കോക്കേഴ്സ് ഇന്റർനാഷണൽ റൂം അറേഞ്ച് ചെയ്യണം. കർത്താവേ, സൂട്ട് റൂമിന് ദിവസം 4,000 രൂപ വാടകയാ. പോരാത്തതിന് അങ്ങോട്ടും ഇങ്ങോട്ടും 60 കിലോമീറ്റർ വണ്ടി ഓടണം. അല്ലെങ്കിൽ ഈ നാട്ടും പുറത്ത് തന്നെ ഒരു വീട് അറേഞ്ച് ചെയ്താൽ മതി. കുഴഞ്ഞു. ഇനി എന്താ സാർ ചെയ്യാ? അതൊന്നും എനിക്കറിയണ്ട. നാളെ ആർട്ടിസ്റ്റ് എത്തിയിരിക്കണം. സാർ റെഡി. എടോ, യമുന റാണി ഇംഗ്ലീഷിലല്ലേ സംസാരിച്ചത്? തനിക്ക് മനസ്സിലാകാഞ്ഞിട്ടാ. ദിവസവും കരിക്കും വെള്ളം വേണം നട്ടത്തിൽ അവർ കോക്കനട്ട് എന്ന് പറഞ്ഞത്. താൻ കോക്കേഴ്സ് ആവും ധരിച്ചതില്ലേ? അത് വിടച്ചായ. ഇംഗ്ലീഷ് അങ്ങോട്ട് പറയാൻ അറിയില്ലെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞു കേട്ടാ എനിക്ക് മനസ്സിലാവും. ഇന്റർനാഷണൽ ഹോട്ടൽ അങ്ങ് വിട്. ഒരു വീട് ഈ കുഗ്രാമത്തിൽ എവിടെ കിട്ടാനാ? അഥവാ കിട്ടിയാൽ തന്നെ അത് യമുന റാണിയുടെ സ്റ്റാറ്റസിനനുസരിച്ച് ഫർണിഷ് ചെയ്യണ്ടേ? ഞാൻ അന്നേ പറഞ്ഞതാ, വല്ല മഞ്ജു വാര്യരെയോ ദിവ്യ ഉണ്ണിയോ ഇട്ടാ മതിയെന്ന്. സമ്മതിക്കണ്ടേ? അപ്പൊ ദക്ഷിണേന്ത്യയിലെ സൂപ്പർ ഹീറോയിൻ തന്നെ വേണം. ഒരു ഡയറക്ടർ. എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല സർ. നമുക്ക് നോക്കാം. ഇത് മുകേഷ് പറയണം. കേട്ടാൽ അത് മതി പാക്കപ്പ് വരാൻ. ഒരു വീട് കണ്ടെത്താൻ നോക്കൂ. ചെല്ല് വേഗം. സാർ, എസിയും ഫ്രിഡ്ജും കുന്തവും കുറച്ചക്കറും ഒക്കെ ഞാൻ എവിടെ പോയി ഉണ്ടാക്കാനാ? പണം കൂടുതലായി ഈ ചെറുത്താൻ എന്റെ പള്ളിക്ക് പിടിക്കും. എവിടെയാ ലൊക്കേഷൻ മാനേജർ? ഇന്നലത്തെ ഹോംവർക്ക് എല്ലാവരും ചെയ്തു കഴിഞ്ഞല്ലോ. ഇംഗ്ലീഷും ഹിന്ദിയും മാത്രം പഠിച്ചാ പോരാ, മാതൃഭാഷയും നന്നായി വശമാക്കിയിരിക്കണം. ആദ്യം വ്യക്തി നന്നാവണം, എങ്കിലേ കുടുംബം നന്നാവൂ. കുടുംബം നന്നായ സമൂഹം നന്നാവൂ. സമൂഹം നന്നായ രാജ്യം നന്നായി. രാജ്യം നന്നായ ലോകം നന്നാവുന്നു. വസുധൈവ കുടുംബകം. മുൻഷി പരമേശ്വരൻ പിള്ള, ശാന്തി നിലയത്തിലെ കുടുംബനാഥൻ, മാതൃഭാഷാ സ്നേഹി, ഗാന്ധിയൻ, ആദർശവാദി. കൗസു. മുൻഷിയുടെ മൂത്ത മകൻ നന്ദകുമാർ, ഹിന്ദി അധ്യാപകൻ, ശുദ്ധനാണ്. ഭാര്യയോട് അമിതമായ സ്നേഹം. നന്ദകുമാറിന്റെ ഭാര്യ തനി നാട്ടുമ്പുറത്തുകാരി. അല്പം ആഡംബര ഭ്രമം ഉണ്ടെങ്കിലും നല്ലൊരു കുടുംബിനിയാണ്. ഭർത്താവിനെ ചൊൽപ്പടിക്ക് നിർത്തും. എന്തൊരു വേണം കൗസു? കലം. കലോ? കല അടുപ്പത്തിരിക്കുക, ചട്ടും വേണേ തരാം. अरे बुद्धू, मेरा कलम कहाँ है? ओ मेरा कलम सर, आपकी कलम पॉकेट में है. गलत. आपकी कलम नहीं, आपका कलम.
കായും കെയ്യും ഒക്കെ അങ്ങ് സ്കൂളിൽ ചെന്ന് പിള്ളേരെ പഠിപ്പിച്ചാൽ മതി കേട്ടോ. ദേ ഇവിടെ മാതൃഭാഷ അല്ലാതെ മറ്റൊരു ഭാഷയും പ്രയോഗിക്കാൻ പാടില്ലെന്നാ അമ്മാവന്റെ കൽപ്പന. അത് മറക്കണ്ട. കൗസു ആ ഇന്നിപ്പോ എന്താ എത്ര തിരക്ക് പിടിച്ച പണി? ഇന്ന് തിങ്കളാഴ്ച എന്നറിഞ്ഞൂടെ? ആജ് സോമവാർ ഹേ. ഡ്യൂട്ടി മാറി. ഇന്ന് പ്രാതൽ ഉണ്ടാക്കേണ്ട ചുമതല എനിക്കാ. അപ്പൊ ഉച്ചഭക്ഷണത്തിന്റെ ഡ്യൂട്ടി? അത് ആനന്ദവല്ലിക്ക. ഓ, ഇന്നെങ്ങനെ രുചികരമായിട്ടുള്ള ഭക്ഷണം കഴിക്കാലോ. യോ, അപ്പൊ ഞാൻ ഉണ്ടാക്കുന്നതിനൊന്നും രുചിയില്ലാന്നല്ലേ എനിക്കറിയാം. ഇപ്പൊ നിങ്ങൾക്ക് എന്നെ ഒട്ടും ഇഷ്ടമല്ല. എന്റെ വീട്ടിൽ വന്ന് ഹിന്ദി ട്യൂഷൻ എടുത്തതും പ്രേമിച്ചതും കല്യാണം കഴിച്ചതും അന്നൊരു ഹിന്ദി പാട്ട് പാടുമായിരുന്നല്ലോ, ഒക്കെ മറന്നുല്ലേ? സഹിച്ചല്ലേ പറ്റൂ. 5 പിള്ളേരുടെ അമ്മയായി പോയില്ലേ? ചൗദുവിൻ കച്ചാന്ത് ഹോ, യാബ് താബ് ഹോ. ബദ്മാസ്. क्या होना? മുൻഷിയുടെ രണ്ടാമത്തെ മകൻ കൃഷ്ണകുമാർ ഒരു സിനിമാ നടനാകണമെന്നായിരുന്നു മോഹം. പക്ഷേ ഇപ്പൊ കോടതിയിൽ ഗുമസ്തൻ. കൃഷ്ണകുമാറിന്റെ ഭാര്യ നാട്ടുംപുറത്തുകാരി, പൊങ്ങച്ചക്കാരിയാണ്. 10ാം ക്ലാസ് വരെ പഠിച്ചു എന്നൊരു ഹുങ്കുമുണ്ട്. ഒന്ന് നിർത്തണുണ്ടോ? അമ്മാവനപ്പുറത്തുണ്ടെന്ന് മറക്കണ്ട. ഏത് നേരം ഒരു ചൂളോടി. ഇത് ഏത് പാട്ടാണെന്ന് നിനക്കറിയാമോ? ആ, എനിക്കറിയില്ല. ആനന്ദവല്ലി നീ തന്നെയല്ലി പ്രേമമെന്തെന്നതെന്നോട് ചൊല്ലി. മതി. എല്ലാ സിനിമയും പോയി ഒറ്റയ്ക്ക് കാണും. ഞങ്ങൾ 3 ഭാര്യമാര് കൂട്ടിലടച്ച കിളികളെ പോലെ ഇവിടെ കഴിഞ്ഞോളാം. എന്നാ ഭാര്യയും കൂട്ടി ഒരു സിനിമ, ഒരു ബീച്ച്, ഒരു പാർക്ക്, ഒരു ഹോട്ടൽ. ഒരു സ്റ്റൂള്. കണ്ണും പരട്ടം കാണാൻ പാടില്ലാത്ത നീ എങ്ങനെ ഒരു സിനിമയും ഒരു ബീച്ചും ഒരു പാർക്കും കാണുന്നത്? ഇപ്പൊ കാണാമോ? ഈ കണ്ണട മാറ്റാറായെന്ന് വിചാരമല്ലോ ഉണ്ടോ നിങ്ങൾക്ക്? 3 മാസം മുമ്പല്ലേ ഇത് മാറ്റിയത്? അവർ കുറഞ്ഞു. ഒരു കോണ്ടാക്ട് ലെൻസ് വാങ്ങിത്തരാൻ തോന്നിയില്ലല്ലോ. ഒരു കോണ്ടാക്ട് ലെൻസ് പോരല്ലോ ആനന്ദം, 2 വേണ്ടേ? ഓ, തമാശ മതി. എനിക്ക് വേറെ പണിയുണ്ട്. അറിയാം, ഇന്ന് നിനക്കല്ലേ ഉച്ചഭക്ഷണത്തിന്റെ ഡ്യൂട്ടി. കാലാകുമ്പോ കയ്യും കഴി വന്നിരുന്നാ മതിയല്ലോ. അതെങ്ങനെയാ ഉണ്ടാവുന്ന അറിയോ? 3 പെണ്ണുങ്ങൾ അടുക്കള കിടന്ന് നരയിക്ക. വിറക് കത്തിച്ചും അമ്മിയിലരച്ചും കല്ലിലാട്ടി ഒക്കെ മടുത്തു. എന്നാ ഭാര്യമാരല്ലേ, അവരുടെ അധ്വാന ഭാരം ഒന്ന് കുറയ്ക്കാൻ ഒരു ഗ്യാസ്, ഒരു മിക്സി, ഒരു ഗ്രൈൻഡർ, ഒരു ഫ്രിഡ്ജ്, ഒരു... എന്നാ തുച്ഛശമ്പളക്കാരായ ഭർത്താക്കന്മാരല്ലേ ചെലവ് കുറക്കാൻ വേണ്ടി ഒരു സാരി, ഒരു മാല, ഒരു വള, ഒരു കുട്ടി, ഒരു നേരത്തെ ആഹാരം, ഇതൊക്കെ മതിയെന്ന് നിങ്ങളും വിചാരിച്ചില്ലല്ലോ. ദേ നിർത്തണുണ്ടോ? എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. ഞങ്ങൾ 3 പെണ്ണുങ്ങളിൽ നിന്ന് പുകയ്യ. എന്റെ ഷർട്ടും കിടന്നു പോയെന്നു. അയ്യോ, ഇത് വിക്കും. മുൻഷിയുടെ 3ാമത്തെ മകൻ ഗോപകുമാർ, ആയുർവേദ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്. സരസൻ, വാചാലൻ. ഗോപകുമാറിന്റെ ഭാര്യ 4ാം ക്ലാസ് വരെ പഠിച്ച ഈ നാട്ടുമ്പുറത്തുകാരിക്ക് ഇംഗ്ലീഷ് ഭാഷ ഒരു ദൗർബല്യമാണ്. അർത്ഥമറിയാതെ സ്ഥാനത്തും അസ്ഥാനത്തും അത് പ്രയോഗിക്കും. ചായ ഡിസ്റ്റർബ് ചെയ്യരുത്. കമ്പനിയുടെ പുതിയ ആയുർവേദ ഉൽപ്പന്നമായ പാഷാണഭൂഷണ കസ്തൂരിയുടെ മാർക്കറ്റിംഗിനെ കുറിച്ച് ഞാൻ ഗഹനമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പാഷാണഭൂഷണോ? ആ, ചിലന്തി, തേൾ, പഴുതാര എന്നീ ജന്തുക്കൾ കടിച്ച വിഷം ഉള്ളിൽ ചെന്നു എന്ന് സംശയിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ 1 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ പാഷാണഭൂഷണ കസ്തൂരി കലക്കി കുടിക്കുക. ശുഭം. ഞാനിപ്പോ തിരക്കിലാണ്. പോ. തിരക്കിനിടയിൽ കത്ത് പോസ്റ്റ് ചെയ്യാൻ മറക്കണ്ട. കത്തോ? ആർക്കടി കത്ത്? എടി ആർക്കാന്ന്? എന്തിനാ ചൂടാവുന്നേ? രഹസ്യമായ കത്താണെങ്കിൽ ആരെങ്കിലും സ്വന്തം ഭർത്താവിന്റെ കയ്യിൽ കൊടുക്കോ? അപ്പൊ നീ രഹസ്യമായി കത്ത് എഴുതാറുണ്ടല്ലേ? എഴുതിയിരുന്നു, കല്യാണത്തിന് മുൻപ്. അത് ശരി. 2 പിള്ളേരുടെ തള്ളയായ ശേഷമാണോ നീ സത്യം എന്നോട് തുറന്നു പറയുന്നത്? നിന്നെ ഡൈവേഴ്സ് ചെയ്യും. അയ്യോ, പ്രേമലേഖനൊന്നുമില്ല. പിന്നെ എങ്ങനെ സൗന്ദര്യം വർദ്ധിപ്പിക്കാന്നുള്ള വംതിയിലേക്കാ രഹസ്യം എഴുതിയിരുന്നത്. അതാണോ? ഇനി എന്നെ ഡ്രൈവാഷ് ചെയ്യോ? അയ്യോ ഇല്ല, ഇന്ദു മതി, ഇംഗ്ലീഷും മതി. താങ്ക്സ്. ഈ കത്ത് വീട്ടിലേക്കാ. ഇക്കുറി വിഷുവിന് ഞാൻ വീട്ടിലേക്ക് ചെല്ലാന്ന് അറിയിക്കാനാ. വിഷുവിന് നീ വീട്ടിൽ പോകുന്നില്ലേ? ചെയ്ത് മോശമല്ലേ ഇന്ദു? ചേച്ചിമാരും പോണില്ല. ആ. അമ്മാവനെ ഒറ്റയ്ക്കാക്കിട്ട് പോണ്ടാന്ന്. കഴിഞ്ഞ ഓണത്തിന് നീ പോയില്ല. ഈ വിഷുവിനെങ്കിലും ഒന്ന് പോയി കിട്ടുന്ന വിചാരിച്ചേ. ആഹാ, അപ്പൊ ഞാൻ പോയി കിട്ടണല്ലേ? മനസ്സിലിരിപ്പൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ഒരു റെപ്രസെന്റേറ്റീവ്. റെപ്രസെന്റേറ്റീവ് അല്ല ഇന്ദു, റെപ്രസെന്റേറ്റീവ്. രണ്ടും ഒന്ന് തന്നെയാ. മുൻഷിയുടെ ഇളയ മകൻ ചന്ദ്രു വക്രബുദ്ധിക്കാരനാണ്. ഈ കോളേജ് കുമാരൻ. തൊട്ടടുത്ത വീട്ടിലെ മുറപ്പെണ്ണുമായി ലൈനുമുണ്ട്.
ചന്ദ്രു കോളേജിൽ പോകാറായി. കസർത്തിനും കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ചേട്ടൻ എന്തോ പറയണോന്ന്. നന്ദകുമാരൻ എന്തോ പറയാനുണ്ട്. അർദ്ധോക്തിയിൽ വിരമിക്കണ്ട, പൂർണ്ണമാക്കിക്കോളൂ. കൃഷ്ണനും ഗോപനും സ്വന്തമായിട്ട് വണ്ടിയുണ്ട്. എനിക്കും ഒന്ന് വാങ്ങിയാലോന്ന്. സെക്കൻഡ് ഹാൻഡ് പോരെ? മതി. അപ്പൊ ശകടമാണ് വിഷയം. ഗോപകുമാരന്റെ ഒപ്പല്ലേ നീ എന്നും പോണത്? നിന്നെ സ്കൂളിൽ വിട്ടിട്ട് അവനെ ഓഫീസിൽ പോയാ പോരെ? അതിന് 2 ശകടങ്ങട് വേണോ? അല്ല അച്ഛാ, പോണ വഴിക്ക് 1-2 ട്യൂഷൻ ഒത്തു വന്നിട്ടുണ്ട്. ആയിക്കോട്ടെ, അത് കഴിഞ്ഞ് ബസ് പോവാലോ. ആ വഴിക്ക് ഇഷ്ടം പോലെ ബസ് ഉണ്ട്. നിങ്ങളൊക്കെ മുതിർന്നു, ജോലിക്കാരായി, ശമ്പളക്കാരായി, സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രാപ്തിയുണ്ട്. അഭിപ്രായം പറയാനും നയിക്കാനും ശേഷിയുള്ള 3 മാമഭാഗങ്ങളും. എന്നാലും എല്ലാം അച്ഛനോട് ചോദിച്ചിട്ട് മതി എന്നുള്ള തീരുമാനം നന്ന് സന്തോഷം. അച്ഛന്റെ അഭിപ്രായം പറയാം. ഗോപന് അവന്റെ കമ്പനി വക ശകടമുണ്ട്. നമുക്ക് പണം ചെലവില്ല. ഒരു വഴിക്ക് പോകുന്ന നിങ്ങൾക്ക് വേണ്ടി പണം മുടക്കി ഒന്നുകൂടി വാങ്ങി തുള്ളി കൊണ്ട് തുടച്ചാലേ തുടം കൊണ്ട് തേവാൻ പറ്റൂന്ന വരവിൽ കവിഞ്ഞ ചെലവ് വേണ്ട. 3ാമത് ഒരെണ്ണം കൂടി വേണ്ട. അല്ല, അച്ഛന്റെ അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങളുടെ ഇഷ്ടം പോലെ ആവാം, വിരോധമില്ല. അമ്മാവൻ പറഞ്ഞത് കേട്ടില്ലേ? വണ്ടി വേണ്ട. വേണ്ട വേണ്ട വേണ്ട. തെക്ക് വശത്തൊരു ചായപ്പ് ഇറക്കിയാല് ട്യൂഷൻ അവിടെ വെച്ചാവാലോ. ആകാം ആകാം ആകാം, പോകാം. മാളേക്കിൽ വീട് പെയിന്റ് ചെയ്യണ്ടല്ലോ. പുതിയ താമസക്കാര് വരികയായിരിക്കും. വിട് വിട്. മക്കളെ, സൂക്ഷിച്ചു പോണം. പതുക്കെ പോയാ മതി. ശരിയച്ചാ. അച്ഛന് ഭയങ്കര പേടിയാ. കൃഷ്ണ, ഗുരുവായൂരപ്പ, എന്റെ കുട്ടികൾക്ക് ഒരു കുറവും വരുത്തല്ലേ. ഒന്ന് വെറുതെ ഇരുന്നൂടെ? പോയി വെള്ളം എടുത്തോളൂ അടി. ചൊട്ടയിലെ ശീലം ചുടല വരെ. ജാത്തിയാലുള്ള തൂത്താ പോവില്ല. എന്റെ വിധി. പല്ലുതീപ്പും കുലുക്കുഴിയിലും ഒക്കെ കുളിമുറിയിൽ മതിയെന്ന് പറഞ്ഞിട്ടില്ലേ മനുഷ്യ? എന്നും ഇങ്ങനെ കാറിയും തുപ്പി എന്തിനാ എന്റെ ഏട്ടനെ ആക്ഷേപിക്കുന്നേ? എന്റെ ഏട്ടൻ മാന്യനായതുകൊണ്ട് ഒക്കെ ക്ഷമിക്കുന്നു. മുനിഷി പരമേശ്വരൻ പിള്ള. മുനിഷി പരമേശ്വരൻ പിള്ളയ്ക്ക് എന്താ കുഴപ്പം? ആ വീടിന്റെ പേര് പോലെ തന്നെയാ അവിടുത്തെ അന്തരീക്ഷവും. മക്കളും ഭാര്യമാരും കുട്ടികളും എന്ത് ഐക്യത്തോടും അച്ചടക്കത്തോടും കൂടിയാ കഴിയണേ. എന്തെങ്കിലും ഒരു അപശബ്ദം ആ വീട്ടിൽ നിന്ന് കേട്ടിട്ടുണ്ടോ ഇതുവരെ? അതൊക്കെ എന്റെ ഏട്ടന്റെ മിടുക്കൊണ്ട് തന്നെയാ. എടീ, നിന്റെ മുനിഷി പരമേശ്വരൻ പിള്ളയുടെ കയ്യിൽ ഇതുണ്ടോടി? എന്നാൽ ഈ വേലപ്പന്റെ കയ്യിൽ അതുണ്ട്. മറ്റുള്ളവരുടെ ദുഃഖം മനസ്സിലാക്കി സഹായിക്കുന്നവരുടെ കയ്യിൽ പണം കാണില്ല. ഈ വീട് വേണോന്ന് വാശി പിടിച്ചപ്പോ ഒരു മടിയും കൂടാതെ നിങ്ങളുടെ പേർക്ക് എഴുതി തന്ന ആളല്ലേ ഏട്ടൻ? ഇനി ആർത്തി തീർന്നില്ലേ? പണം ഉണ്ടായിട്ട് എന്താ കാര്യം? പാരമ്പര്യം വേണ്ടേ? നിങ്ങക്ക് ഞാനപ്പം താന്നവനായിപ്പോയി. പക്ഷേ നാട്ടുകാർക്ക് ഈ പൂതക്കോടം വേലപ്പൻ. നാട്ടുകാര് പൂത്തക്കോടം വേലപ്പൻ എന്നല്ലേ വിളിക്കുന്നത്? എന്റെ ഒരു യോഗം. ഏട്ടന്റെ 4 ആമക്കള് എന്ത് യോഗ്യന്മാരാ. നമ്മുടെ മക്കൾക്ക് എന്താടി കുഴപ്പം? മോക്ക് കുഴപ്പമൊന്നുമില്ല. അവക്ക് എന്റെ സ്വഭാവം കിട്ടിയിരിക്കണേ. അതിനെന്ത്? മോനൊരെണ്ണം ഉണ്ടല്ലോ, വിത്ത് ഗുണം 10. എന്താ ഇത്? യമുന റാണിക്ക് അല്പം ശുദ്ധമായി കിട്ടട്ടെ. മാറിക്കാനോടോ പറഞ്ഞത്? മാറിക്ക. താനാരാ? അത് ചോദിക്കാൻ താനാരാ? വന്ന് കേറിക്കോളോ ഓരോ മാരണങ്ങള്. അങ്ങനെ വന്നു കയറിയല്ലോ. ഈ വീട് ഏർപ്പാടാക്കിയത് ഞാനാ. മാറി നിക്കടാ. മാറി മാറി മാറാൻ. ചേച്ചി, ചേച്ചി, ഞാൻ അനിയക്കുട്ടി.
ഞാനാ ഈ വീട് അറേഞ്ച് കൊടുത്തു. താങ്ക് യു. തൊട്ടടുത്താ ഞാൻ താമസിക്കുന്നത്. എന്താവശ്യം ഉണ്ടെങ്കിലും. ഓക്കെ. യമുന റാണി. മിസ്റ്റർ രാംകുമാർ. യെസ് മാഡം. ഓക്കെ. ആനന്ദം, എന്തോ ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ടൊന്ന് ഓടി വന്നേ. എന്തേ ജി? യമുന റാണി, സിനിമ നടി യമുന റാണി. ദാ നോക്ക്. അകത്തേക്ക് പോ. നന്നായി ഫർണിഷ് ചെയ്തിട്ടുണ്ട്. എ സി ഉണ്ട്, പക്ഷെ എ സി വേണമെന്നില്ല. നല്ല കാറ്റാ. Fantastic. Beautiful. Kerala is like heaven. Now I feel I should settle down here. ഓ, ഒന്നേ കണ്ടുള്ളൂ. കുന്നത്തെ കൊന്ന പൂത്ത പോലെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെയാ. എന്തൊരു ചന്തവാ. അയ്യോ, പൊന്നിന്റെ നിറം, തലമുടിക്ക് വരെ സ്വർണത്തിന്റെ നിറം. ഏഴഴകെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. കണ്ടു, ഇന്ന് കണ്ടു. മതി മതി, എനിക്ക് കഞ്ഞി മതി. പറഞ്ഞേ നിങ്ങൾ ശരിക്കും നേരിട്ട് കണ്ടോ? കണ്ടോന്ന് കൺകുളിരെ ഇനി ദിവസം കാണാം. തൊട്ടടുത്ത വീടല്ലേ. എനിക്കും കഞ്ഞി വേണ്ട, വയറ് നിറഞ്ഞു. ഈ മനീഷ കൊഴിയാളേക്കാൾ ഭംഗിയുണ്ടോ? കൊഴിയാളെ മത്തിയൊന്നും അല്ലട ചക്ക. മനീഷി കൊയിരാളി, ഡബിൾ കബാഡിയ, പൂജാവട്ട്, ഇങ്ങനെയൊക്കെയാ ഹിന്ദി അറിയണം, ഹിന്ദി. ഓ, എനിക്ക് മഞ്ജു വാര്യർ മതി. ഇവിടെ വലിയൊരു സംസാരിക്കുമ്പോഴാ അവന്റെ ഒരു മഞ്ജു വാര്യര്. ഈ യമുന റാണി എല്ലാരും കടത്തി വെട്ടും. നേരാ, ഇന്നാള് ഞാനൊരു പടം കണ്ടു. ഒറ്റയ്ക്ക് പടം കാണാൻ പോയോ? കുടുങ്ങി. പടം എന്ന് പറഞ്ഞ പോസ്റ്റർ, വാൾ പോസ്റ്റർ. ആ, എന്തിനാ അനന്തവല്ലി സിനിമ കാണുന്നത്? എന്തായാലും യമുന റാണി തൊട്ട അയൽവക്കത്തല്ലേ, ഒരു ഔചിത്യം വേണ്ടേ? അവർക്ക് എന്തെങ്കിലും ആവശ്യം വന്നാ ഒരു സഹായത്തിന് ഒന്ന് അന്വേഷിച്ചാലോ? അതൊന്നും വേണ്ട, വേണ്ടേ? അതൊന്നും വേണ്ടി വരൂല. അതിനെ അനിയൻകുട്ടിയുണ്ട്, അവനാ അവിടുത്തെ കാര്യങ്ങളൊക്കെ. ആ, അവനിപ്പോ നിലത്തൊന്നും അല്ല. എന്നാ നിലത്ത് ഇറക്കണം. അവൻ എന്താ കാര്യം? വിഷമിക്കണ്ടേട്ടാ, തൊട്ടടുത്ത് യോഗ്യന്മാരായ കുടുംബക്കാർ താമസിക്കുന്നുണ്ടെന്ന് അവൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഈ ചേട്ടന്മാരുടെ വർത്താനം കേട്ടതൊന്നും അവരുടെ സ്ഥിരതാമസാക്കാൻ പോകണമെന്ന്. യമുന റാണിയുടെ കാര്യം സിനിമാക്കാർ നോക്കിക്കോളൂ. അങ്ങനെ നീ പറയരുത്. ചില മര്യാദകളൊക്കെ ഉണ്ട്. മദ്രാസിൽ നിന്ന് ഒരു പെൺകുട്ടി വന്ന് ഒറ്റയ്ക്ക് നമ്മുടെ തൊട്ട അയൽവക്കത്ത് താമസിക്കുമ്പോ നമുക്കും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. ശരിയാ. ഇനിയിപ്പൊ എന്താ ചെയ്യാ? ലേശം ചമ്മന്തി തരിക. എന്നാ ഈ കഞ്ഞൂടി അങ്ങോട്ട് പൂർത്തിയാക്കായിരുന്നു. കൊറേ നേരമായാലോടാ യമുന യമുന എന്ന് പറയാൻ തുടങ്ങിയിട്ട്. യമുനാ നദി അതങ്ങ് ഉത്തർപ്രദേശത്തിലാ, ചെന്നെത്താൻ കഴിയാത്തത്ര ദൂരത്തില്. നമ്മുടെ തൊട്ടടുത്ത് തെളിനീരുള്ള ഭാരതപ്പുഴയും പമ്പയും പെരിയാറൊക്കെ ഉള്ളപ്പോ യമുനെ തന്നെ കുളിക്കണമെന്ന് എന്താ അത്ര നിർബന്ധം? ഇന്ദു, വേഗം മാടി. അരി അടുപ്പത്ത് തിളയ്ക്കുന്നു, കറിക്ക് അരിഞ്ഞു തീർന്നിട്ടില്ല. അതവിടെ കിടക്കട്ടെ. ദേ അങ്ങോട്ട് നോക്ക്. യോ, ദേ യമുന എന്നെ നോക്കി ചിരിക്കുന്നു. നിന്നെ മാത്രമല്ല, എല്ലാരും നോക്കി വച്ചിരിക്കുന്നു. ഹായ്. അയ്യോ, യമുന നമ്മളെ നോക്കി കൈ വീശുന്നു. ഹായ്, എന്നെ തെരിയുമാ? എന്നെ അറിയുമോ? എടി, അരിയുമോന്ന്? കത്തി താഴെയിട്, കത്തി താഴെയിട്. ഇല്ല, അറിയില്ല. ഡു യു നോ മീ? അറിയുമോന്നാ ചോദിക്കണേ. അറിയും, നന്നായിട്ട് അറിയും. അയ്യോ, സിസ്റ്റേഴ്സ്. മനസ്സിലായില്ലേ? നമ്മള് സിസ്റ്റേഴ്സ്, നേഴ്സുമാരാണെന്നാ ചോദിച്ചത്. നമ്മള് സഹോദരിമാരാണെന്നാ ചോദിച്ചത്. അല്ല, ജ്യേഷ്ഠാനിയന്മാരുടെ ഭാര്യമാരാ. നൈസ്. നീങ്ക ഒരേ വീട്ടിലേ കൊടുത്തനോ? കുടിക്കാൻ എന്തോരോ വേണമെന്നാ ചോദിക്കുന്നേ. കാപ്പിയുണ്ട്, മതിയോ? മണ്ടത്തിന് പറയാടി, പാലല്ലേ കുടിക്കൂ. നീങ്ക ഒരു വീട്ടിലാണോ താമസം? ആഹാ, എന്നെ ഒറ്റുമൈ. യുവർ ഗുഡ് നെയിം? ഗുഡ് നൈറ്റ്. അയ്യോ, അവര് പേരാ ചോദിച്ചത്. തന്നെ. ഇത് ആനന്ദവല്ലി ചേച്ചി, ഇത് കൗസല്യ ചേച്ചി. ഞാൻ ഇന്ദുമതി, ഞാൻ ഏറ്റവും ഇളയത്. ഓവർ സ്മാർട്ട് ആവണ്ട, ഞങ്ങളുടെ പേര് പറയാൻ ഞങ്ങൾക്കറിയാം. ഇളയതാന്ന് പറയാൻ ഒരു പ്രായമൊന്നും ചോദിച്ചില്ലല്ലോ. ഹലോ, ഫ്രീ ആകുമ്പോ വീട്ടിക്ക് വാങ്ങ. എപ്പോഴാ വരേണ്ടത്?
இன்னைக்கு ஷூட்டிங் மத்தியானம் வரைக்கும் தான். Why not you make it today afternoon? Sure, we will come. അങ്ങനെ ഒരാൾ മാത്രം ഞെളിഞ്ഞു പോണ്ട. I is come. Thank you. ശുക്രിയ. Okay, see you. ഇന്നിന്റെ ഡ്യൂട്ടിയും കാര്യങ്ങളും ഒന്നും നോക്കണ്ട. എല്ലാവർക്കും കൂടെ വേഗം ജോലി തീർത്തിട്ട് അങ്ങോട്ട് പോവാം. ശർക്കര ഇരിപ്പുണ്ടോ? ഉണ്ടല്ലോ. പായസം കഴിച്ചിട്ട് കാലം കുറയായി. ഉണ്ടാക്കി തരാമല്ലോ. ബുദ്ധിമുട്ടണ്ട, ചോറ് വെന്ത് കുഴമ്പ് പരുവത്തിലായിട്ടുണ്ട്. ഇനി ശർക്കര ഇട്ടാ മതി. കുട്ടികളെ, ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് പേരിങ്ങനെ പിരിവും സംഭാവനയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇത് ബുദ്ധിമുട്ടാ. ഞങ്ങള് മാഡത്തെ ജസ്റ്റ് ഒന്ന് കണ്ടോട്ടെ. കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? Ram, what is the problem? മാഡം, ഞങ്ങൾ സെന്റ് മേരീസ് കോളേജിലെ കുട്ടികളാ. Oh, please sit down. ഞങ്ങൾ മാഡത്തിന്റെ ഫാൻസാ. പുതിയ വാനത്തിന് അവരെ സൂപ്പർ. Thank you so much. ഞങ്ങളുടെ കോളേജിന്റെ വക ഒരു ഓർഫനേജ് ഉണ്ട്. അവിടുത്തെ കുട്ടികൾക്ക് പുസ്തകങ്ങളും ഡ്രസ്സൊക്കെ വിതരണം ചെയ്യാൻ ഞങ്ങളൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. മാഡത്തിന്റെ വക എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ. Why not? നല്ലൊരു കാര്യമാണ് കോളേജ് ഗേൾസ് ഈ തരം സോഷ്യൽ സർവീസ് ചെയ്യുന്നത്. It's quite encouraging. Mr. Ramkumar, give 2,000 rupees. Yes. Give a check. Yes, madam. ഞാൻ സാരിയൊക്കെ കൊടുത്തിറങ്ങിട്ട് എങ്ങനെയുണ്ടടി? നന്നായിട്ടുണ്ട്. കരി ഇത്തിരി കൂടുതലല്ലേ? കരി നിന്റെ മൊത്തം പൊടി. അയ്യോ, എന്റെ മുഖത്ത് കരിയേ ഇല്ല. ആ ലേശമുണ്ട്. ഇതെങ്ങനെയുണ്ടായിരുന്നു? അത് നന്നായിട്ടുണ്ടല്ലേ? അത് മാത്രം കൊള്ളാം. ആ യമുന റാണി നല്ല സ്നേഹമുള്ള കൂട്ടത്തിലല്ലേ? ആഹാ, ഏട്ടത്തിമാരെങ്ങോട്ടാ? ഓ, യമുനയൊന്ന് കാണാൻ പോവാ. ഞങ്ങള് ഭയങ്കര കൂട്ടാ. അതെ അതെ, ഞങ്ങള് നല്ല ക്ലോസപ്പാ. ഞാനും കണ്ടിട്ട് വരിക. 2000 രൂപ സംഭാവനയും തന്നു. ഞങ്ങൾ യമുനയുടെ വീട്ടിൽ തെണ്ടാനല്ലേ പോന്ന്. അവര് ക്ഷണിച്ചിട്ടാ. ചേച്ചി വാ. അവിടെ എന്താ കഥകളി ഉണ്ടോ? വാട്ട്? അല്ല, 3 കത്തിവേഷങ്ങള്. നീ ഒന്ന് പോടി കൊച്ചേ. നമ്മള് നന്നായിട്ടൊന്ന് ഒരുങ്ങിന്റെ അസൂയാവും. അവിടുത്തെ ചന്ദ്രനല്ലേ നീ നോട്ടോട്ടിരിക്കുന്നത്? വെറുതെ എടുത്തിമാരെ പിണക്കണ്ട കേട്ടോ. ഹലോ ഹലോ, ഐ വാസ് വെയിറ്റിംഗ് ഫോർ യു. ഇപ്പൊ വന്നിട്ട് പോയ പെങ്കൊച്ചുണ്ടല്ലോ ആശ, അവള് ഞങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? ആഹാ, നത്തിങ്. 2000 രൂപ കൊടുത്തെന്ന് അറിഞ്ഞു. അടുപ്പിക്കരുത് കേട്ടോ, പിന്നെ മണീസ് കൊടുക്കാനേ നേരം ഉണ്ടാവുള്ളൂ. പ്ലീസ് കം കം ഇൻ. Terrific balance. வாங்க வாங்க. நான் யூசுவலா ஹோட்டல்ல தான் தங்குவேன். This is a new experience. இந்த ஊர் எனக்கு ரொம்ப பிடிச்சிருக்கு. உட்காருங்களே. என்னாச்சு? ഏയ് ഒന്നുമില്ല. ഈ സോഫ, നമ്മുടെ വീട്ടിലെ സോഫ ഏകദേശം ഇതുപോലെ തന്നെയാ. പക്ഷെ ഇത്രയും ചാട്ടമില്ലല്ലേടി. ചുമ്മാ ചുമ്മാ. ഓർണമെന്റ്സ് நிறைய இருக்கே. ഈ മാല ലേറ്റസ്റ്റ് ഫാഷനാ. 5 പവനുണ്ട്. അച്ഛൻ വാങ്ങി തന്ന. വെരി ഗുഡ്. ഈ കാശുമാല 7 പവനുണ്ട്. തൃശ്ശൂർന്ന് വാങ്ങിച്ചോണ്ട്. എല്ലാം കൂടെ 30 പവനാ. ഏറ്റവും കൂടുതൽ സ്വർണ്ണമുള്ളത് എനിക്കാ. அப்படியா? ഇതെന്തൊരു കുപ്പിവള? எனக்கு அதுதான் பிடிக்கும். നല്ല മാല, വൈരം തന്നെ. നോ, സാധാരണ മുത്തുമാല. ஹாய், டெண்டுல்கர் 6. உங்களுக்கு ക്രിക്കറ്റ് പിടിക്കുമാ? പിന്നെ എന്ത് ഇഷ്ടാണെന്നോ, ഞങ്ങൾ എന്ന് കാണാറുണ്ട്. നമ്മുടെ ടി വി ഇതിനേക്കാളും വലുതാണോടി? ഓ, എല്ലാ ടി വി ഒരേ സൈസാ. അതില്ല, ഇത് 29 ഇഞ്ചസ്. ഞങ്ങളുടെ ടി വി 50 ഇഞ്ചാ. മൈ ഗോഡ്. എക്സ്ക്യൂസ് മീ, 1 മിനിറ്റ്. സീ ദ ക്രിക്കറ്റ്. ഹലോ. യെസ്, ചെന്നൈ. ദേ വയറിംഗ് ഇല്ലാത്ത ഫോൺ. ഫോൺ മാത്രോ? വീട് കണ്ടില്ലേ? സ്വർഗമില്ലേ സ്വർഗം. ഹായ്, എന്തൊരു ചന്തം. എന്ത് തണുപ്പാ. ഫ്രിഡ്ജിന്ന് ഇപ്പൊ എടുത്തേ ഉള്ളൂ. ഇവിടെ എന്ത് ഫ്രിഡ്ജാ? വോൾട്ടാസ്. നമ്മുടെ അവിടെ ഈ പറഞ്ഞതന്നല്ലടി. ആ, ഏതാണ്ട് അതുപോലത്തെ. യമുന റാണിയുടെ ചേച്ചിയാ. ആയ. ആയ? അപ്പൊ ഹിന്ദി അറിയാല്ലേ? അച്ഛി മേ കൗസല്യാഹും. ഗയാ. മണ്ണാൻ കട്ട. രണ്ടുപേരും മണ്ടത്തരങ്ങളൊന്നും എഴുന്നള്ളിക്കില്ലെന്ന് ഉറപ്പ് തന്നിട്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. ആയാന്ന് പറഞ്ഞ ഹിന്ദി ഒന്നുമല്ല, സർവന്റിന് അർത്ഥം.
ഓ ഓർത്തിയോടെ ഓരി വലിച്ച് തിന്നരുത്, ബാലൻസ് കീപ്പ് ചെയ്യണം. യമുന കൂടി വന്നിട്ട് മതി. നോക്ക്, നമുക്ക് ക്രിക്കറ്റ് കളി അറിഞ്ഞൂടാന്ന് യമുന മനസ്സിലാക്കരുത്, നാണക്കേടാ. യമുന വരുന്നുണ്ട്, ക്രിക്കറ്റ് ആസ്വദിച്ചാണ്. तेंदुलकर आउट, आकिब जावेद की पहली ही गेंद पर എന്തൊരു കളി. ஓகே சார், ஓகே, கண்டிப்பா. டெண்டுல்கர் சிக்ஸரா? ஓ மை காட், டெண்டுல்கர் அவுட். இதுக்காக நீங்க சிரிச்சிட்டு இருக்கீங்க? நீங்க பாகிஸ்தான் சைடா? ഓ ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല, ഏത് സൈഡിലും നിൽക്കും. പ്ലീസ് ഹാവ് ഇറ്റ്. കുടിക്കാൻ. അയ്യോ എന്ത് രുചി. ഒരു ഗ്ലാസ് കൂടെ ചോദിക്കട്ടെടി. കൊല്ലി ഞാൻ. എങ്ങനെയുണ്ടടി? എനിക്ക് കിട്ടണില്ല. പടപ്പൊന്നും പോലെ താഴോട്ടല്ല, മേലോട്ടല്ലേ, മേലോട്ടല്ലേ. ഓ, സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. ഓ ഐ സി. യെസ്, ഐ ആം ഇൻ ദി സീ. അന്ന് എന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ. അന്ന് ഇതുപോലെ തടിയൊന്നും ഇല്ലായിരുന്നു. സീലിംഗ് ബ്യൂട്ടി എന്നാ അന്ന് എന്നെ എല്ലാരും വിളിച്ചിരുന്നത്. സ്ലിം ബ്യൂട്ടി എന്നാ ഉദ്ദേശിച്ചത്. പക്ഷെ അച്ഛനും അമ്മയും വിട്ടില്ല. അന്നേ സിനിമയിൽ പോയിരുന്നെങ്കിൽ ഇന്ന് എന്താകുമായിരുന്നു. போகாம இருந்தது ரொம்ப நல்லது. நல்ல ஒரு ஃபேமிலி லைஃப் கிடைச்சிருக்குல்ல, அதுதான் வேணும். ഒരു സിനിമയിൽ കളിച്ചാൽ എത്ര രൂപ കിട്ടും? 10 லட்சம் வரை கிட்டும்னா நாட்டுகாரி പറയണേ. அப்படிலாம் ஒண்ணும் இல்ல. ஓகே, உங்களை எல்லாரையும் எனக்கு ரொம்ப பிடிச்சு போச்சு. ஐ லைக் யூ ஆல் வெரி மச். ஒரு நாளைக்கு நான் உங்க வீட்டுக்கு வரேன். അയ്യോ, അവര് നമ്മുടെ വീട്ടിലേക്ക് വരുന്നു. ടിവിയും ഫ്രിഡ്ജും കുന്നും കുറച്ചൊക്കെ ഉണ്ടെന്ന് വെച്ച് കാച്ചില്ലേ. ഇനിയിപ്പോ എന്താ ചെയ്യും? என்ன വരക്കൂടാതാ? അയ്യോ വരണം, തീർച്ചയായും വരണം. എപ്പോഴാ വരുന്നേ? നെക്സ്റ്റ് സൺഡേ ഫൈറ്റ് സീൻ. ഐ ബി ഫ്രീ. സൺഡേ വരെ. തീർച്ചയായും വരുവോ? ഷുവർലി. அந்த 3 பெண்கள் கௌசல்யா, ஆனந்தவல்லி, இந்துமதி இங்கு வந்தார்கள். கிராமத்து பெண்கள், படிக்காதவர்கள் என்றாலும் நல்லவர்கள், கலங்கமில்லாதவர்கள். அவர்களோடு பேசிய போது மனதுக்கு எவ்வளவு நிம்மதி. அடுத்த சண்டே அவர்கள் வீட்டுக்கு போக வேண்டும், நிச்சயமாக போக வேண்டும். നമ്മുടെ വീട്ടിലേക്കോ? കൗസു, നീ സ്വപ്നം കണ്ടോന്നല്ലോ. അയ്യോ, ഈ മനുഷ്യനോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ. നമ്മുടെ 5 മക്കളാണ് സത്യം. മതി, എനിക്ക് വിശ്വാസായി. നമ്മുടെ ഭാഗ്യം തെളിയാൻ പോവാണ് കൗസു. നമുക്ക് കേമമായിട്ടൊരു സദ്യ ഒരുക്കണം. സദ്യ ഒരുക്കാൻ മാത്രം മതിയോ? ഇരുന്ന് കഴിക്കാൻ വൃത്തിയുള്ള ഒരു മേശയുണ്ടോ അവിടെ? ഒന്ന് ഇരിക്കാൻ ഒരു സോഫയുണ്ടോ? ദേ, ഇരിക്കാൻ ഈ സ്റ്റൂള് പോരെ. കുന്നത്തിലാണോ യവനെ ഇരിക്കുന്നത്? ഇത്തിപ്പോരും തണുത്ത വെള്ളം കൊടുക്കാൻ ഒരു ഫ്രിഡ്ജ് ഉണ്ടോ ഇവിടെ? അത് കുടിക്കാൻ നീണ്ട കുഴലുണ്ടോ? അടുപ്പിൽ ഊതണ കുഴല് പോരെ. തമാശകളാ. ക്രിക്കറ്റ് കാണുന്നോളാ യമുന. അതിനിവിടെ ഒരു TV ഉണ്ടോ? ഉണ്ടോന്ന്? ആ ലിസ്റ്റ് ഒന്നുകൂടി കേക്കട്ടെ. ഡൈനിങ് ടേബിൾ. പൂപ്പരുത്തി മതി, 2000 ഓ, പൂപ്പരുത്തി. അവിടെ ഈട്ടി തന്നെ വേണം. 25,000. സോഫ സെറ്റ്. ചൂരല് മതി. റെപ്രസെന്റേറ്റീവിന് ഇരിക്കാനില്ല, യമുനയ്ക്കാ. കുഷൻ തന്നെ വേണം, കുതിച്ചു പോകണം. അതിന് കുതിരപ്പുറത്ത് കയറിയ പോലെ. തമാശകള കൂട്ട്. 25,000. ബ്രിഡ്ജ്. പാല് അതും വേണോ? അവർക്ക് നടന്നു വന്നാ പോരെ? അതല്ലെന്ന്, തണുപ്പിക്കുന്ന ഒരു സാധനം ഇല്ലേ? ഫ്രിഡ്ജ് 9,000. TV. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോരെ? ഓരോ കളർ തന്നെ വേണം. 10-20 അടി നീളം വേണം. 10-20 അടി നീളോ? ഇഞ്ചായിരിക്കും. ഇഞ്ചെങ്കിൽ ഇഞ്ച്. ഒയറില്ലാത്ത ഫോൺ, അതൊരെണ്ണം മതി. മൊബൈൽ. മൊബൈല്. ഒയറില്ലാത്തോണ്ട് ഇതിന് വില കുറവായിരിക്കും. ഇനി അയ്യോ, ഇനി മടക്കല്ലേ, ഒടിഞ്ഞു. തൽക്കാലം ഇത്രയൊക്കെ മതി. മതി. ഇനി ഇതിന് പണം ഉണ്ടാക്കാനുള്ള വകുപ്പും കൂടി പറഞ്ഞു തന്നെ. മൊത്തം പണം കൈ വെച്ചോണ്ടാണോ എല്ലാരും ഇതൊക്കെ മേടിക്കുന്നത്? ഇൻവെസ്റ്റ്മെന്റ് വാങ്ങണം. ഇൻസ്റ്റാൾമെന്റ്. അതെങ്കിൽ അത്. അങ്ങനെ ആവുമ്പോ മാസം തോറും ഈസി ആയിട്ട് അടയ്ക്കാം. അല്ലെങ്കിൽ കടം വാങ്ങണം, പലിശ കൊടുക്കണമെന്നല്ലേ ഉള്ളൂ. എന്താ മുൻഷി പരമേശ്വരൻ പിള്ളയുടെ മകനെ കടം കിട്ടില്ലെന്നുണ്ടോ? നോക്ക്, നിസ്സാരമായിട്ട് തള്ളരുത്. ഇത് നമ്മുടെ പ്രസ്റ്റീജ് ഷൂസാ. എന്തു പറയണെന്ന് വാടക വീടാ എന്നിട്ട് പോലും അത് കണ്ടാലേ ഇത് വെറും കാലിത്തൊഴുത്ത. വീട് മുഴുവൻ പൊട്ടിയും പൊളിഞ്ഞും അഴുക്കും പിടിച്ചു കിടക്ക. ഇവിടെയാണ് നമ്മൾ താമസിക്കുന്ന യമുന അറിഞ്ഞ മോശമല്ലേ? ആനന്ദം, 2 കുട്ടികളുടെ അമ്മയായപ്പോൾ നിനക്കല്പം സൗന്ദര്യം കുറഞ്ഞിട്ടുണ്ട് എന്ന് കരുതി ഞാൻ വേറെ കല്യാണം കഴിക്കുന്നത് ശരിയാണോ? അതോ ഇതും തമ്മിൽ എന്താ ബന്ധം? ബന്ധമുണ്ട്. വേറെ വീടൊന്നും വെക്കാൻ പറ്റില്ല. വേറെ വീടൊന്നും വെക്കണ്ട, ഉള്ള വീടൊന്നും മോടി പിടിപ്പിച്ചൂടെ? ഇതിനൊക്കെ അച്ഛൻ അനുവദിക്കണ്ടേ ആനന്ദം?
അനുവാദം ചോദിച്ചാ അമ്മാവനൊരു പദ്യം ചൊല്ലും. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞ അഭിപ്രായം ചോദിച്ചാലും പദ്യം ചൊല്ലും. പാവം അമ്മാവനും പാവം മോനും. സാധനങ്ങളൊക്കെ നിറയ്ക്ക്. ഒരാൾ മുകളിലോട്ട് കയറിക്കോ. ഞാൻ കയറാം. സംഭവം നടക്കും. വഴിയിൽ നിന്ന് മാറിന്നൂടെ? ചന്ദ്രു, ചന്ദ്രു, ആ നിന്റെ വിവാഹം ഉറപ്പിച്ചോ? എന്തൊരു ദീർഘവീക്ഷണം. അങ്ങനെ കൊണ്ട് ഉറപ്പിച്ചിട്ടൊന്നുമില്ല, അച്ഛൻ അറിയാതെ. അല്ല, മനസ്സിൽ ആശയുണ്ട്. ആശയോ? ഒരാഗ്രഹം. അച്ഛനും ചേട്ടന്മാർക്കും ഇഷ്ടമാണെങ്കിൽ എനിക്ക് വിരോധമില്ല. ആശയൊക്കെ 5 കൊല്ലം കഴിഞ്ഞു മതി. അതൊരു നീണ്ട ഗ്യാപ്പല്ലേ അച്ഛാ? അപ്പോഴേക്കും ഞാൻ വഴിതെറ്റി പോയാലോ? ഈ കണക്കിന് എല്ലാം തെറ്റും. എടാ, ഈ കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങളൊക്കെ എന്തിനാന്നാ ചോദിച്ചേ? അതാണോ? അതൊക്കെ ചേട്ടന്മാരുടെ തീരുമാനങ്ങളാ. അല്ല, ഞാൻ പറഞ്ഞൊന്നും വേണ്ട, ഏട്ടത്തിമാരുടെ ശക്തമായ പിന്തുണയും ഉണ്ടേ. നന്ദകുമാരാ, നന്ദേട്ടാ. ഇത്ര ധൃതിപ്പെട്ട് ഈ വീട് പുതുക്കാൻ ഇവിടെ എന്താ വിശേഷം? ഞാനും അതാ ആലോചിക്കണേ. എന്താ വിശേഷം കൗസു? എനിക്കറിയാം. നീ പോടാ അവിടുന്ന്. വെറുതെ പൊട്ടങ്കളി വേണ്ട, കാര്യം എന്താണെന്ന് പറ. ഗോപകുമാര. എന്താ ചേട്ടാ? അതെ, നീ ഈ വീട് പുത്തനാക്കാൻ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടാ? വെറുതെ എന്തിനാ ചേട്ടാ, നിങ്ങൾ 3 പേരും ചേർന്നല്ലെല്ലാം തീരുമാനിച്ചത്. ഇനി വേറെ പലതും തീരുമാനിച്ചു വെച്ചിട്ടുണ്ടല്ലോ. മൂത്തോര് സംസാരിക്കുന്നിടത്ത് എനക്കെന്താടാ കാര്യം? അച്ഛന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. അച്ഛാ, നമ്മുടെ നാട്ടിൽ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നന്നാക്കുന്ന എപ്പോഴാ? പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ വരുമ്പോഴാണല്ലോ. അതുപോലെ ഒരു വിശിഷ്ടാതിഥി നമ്മുടെ വീട്ടിൽ വരുമ്പോ. അങ്ങനെ ഏത് വിശിഷ്ടാതിഥിയാടാ നമ്മുടെ വീട്ടിലേക്ക് വരണത്? അതെ, അച്ഛൻ ഇതുവരെ അറിഞ്ഞില്ലേ? നിങ്ങൾ അച്ഛനോട് പറഞ്ഞില്ലേ? ഛേ, മോശമായി പോയി. അച്ഛാ, നമ്മുടെ വീട്ടിൽ യമുനാ റാണി വരുന്നു. സൂപ്പർ സ്റ്റാർ യമുനാ റാണി. വേറെ എത്രയോ വീടുകളുണ്ട്. യമനിക്ക് പോകാൻ തോന്നിയില്ലല്ലോ. മുൻഷി പരമേശ്വരൻ പിള്ളയുടെ ഒരു വെയിറ്റ്. യമുന റാണി അറിയപ്പെടുന്ന കലാകാരി നമ്മുടെ വീട്ടിൽ വരുന്നത് നല്ല കാര്യം തന്നെ. പക്ഷേ നമ്മൾ ഇപ്പൊ താമസിക്കുന്ന വീട്ടിലേക്ക് യമുന വരില്ല എന്നുണ്ടോ? അല്ല അച്ഛാ, അവരുടെ ഒരു സ്റ്റാറ്റസ് നമ്മൾ നോക്കണ്ടേ? അവരുടെ പദവിക്കനുസരിച്ച് ഉയരാനുള്ള ശേഷി നമുക്കുണ്ടോടാ? നമുക്കൊരു അഭിമാനമുണ്ട്. അച്ഛന് പറഞ്ഞാ മനസ്സിലാവില്ല. അതേടാ, എനിക്കൊന്നും മനസ്സിലാവില്ല. മനസ്സിലായിക്കോളും. പക്ഷേ ഒന്നെനിക്കിപ്പോ പറയാനുണ്ട്. ഇത് അഭിമാനമല്ല, ദുരഭിമാനമാണ്. ദുരഭിമാനം ആദ്യം ഒരു വിരുന്നുകാരനെ പോലെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. ക്രമേണ അത് നമ്മെ നയിക്കാനും ഭരിക്കാനും തുടങ്ങും. ഒടുവിൽ ആധിപത്യം സ്ഥാപിക്കും. നിങ്ങളുടെ ആഗ്രഹം തന്നെ നടക്കട്ടെ. കുട്ടിയോളെ, നമുക്കെന്തെങ്കിലും പഠിക്കാം. അച്ഛനിപ്പോ പഴഞ്ചൊല്ലൊന്നും പറഞ്ഞില്ലല്ലോ. മറന്നുപോയതാവും. എന്നാ ഞാൻ പറയാം. തെളിക്കുന്ന വഴി പോയില്ലെങ്കിൽ പോകുന്ന വഴി തെളിക്കുക. വഴി തെളിക്കാൻ